കർണാടക ശിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനത്തിനായി സൈന്യമെത്തി. ബെലഗാവിയിൽ നിന്നെത്തിയ 40 അംഗ സംഘമാണ് സ്ഥലത്തെത്തിയത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടസ്ഥലം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ പ്രതിഷേധവുമായി കോഴിക്കോട് കണ്ണാടിക്കൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരങ്ങളുമായി KJ ശ്രീജിത്തും അതുപോലെ അരുൺ ആലത്തൂരുമുണ്ട്. ശ്രീജിത്ത്, സൈന്യമെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? നിമിഷം ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മഴയും അതോടൊപ്പം തന്നെ കാറ്റും വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ സ്ഥലത്ത് തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപായിരുന്നു സൈനികർ ഇവിടെ എത്തിയത്. അവർ ഈ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയാണ്. പക്ഷേ ഈ അതിശക്തമായ മഴയാണ് ഈ സ്ഥലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ മന്ദഗതിയിലായിട്ടുണ്ട്. ചെറിയ രീതിയിൽ മന്ദഗതിയിലേക്ക് ഈ തിരച്ചിൽ മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ സുരക്ഷയും ഈ മേഖലയുണ്ട്. ആ സമയം തന്നെ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഈ കുന്നിൻ മുകളിൽ നിന്നും ഈ വലിയ വെള്ളക്കെട്ട് താഴേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉണ്ടാകാനുള്ള രീതിയിലേക്ക് മാറുന്ന തരത്തിലുള്ള മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ടെങ്കിലും പക്ഷേ ഇത്ര വലിയ തോതിൽ മഴ എന്തായാലും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള മഴയിലേക്ക് ഈ പ്രദേശം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായി കാറ്റ് ലഭിക്കുന്നുണ്ട്. ആ കാറ്റിലും ഈ മഴയിൽ എങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇവിടെ ഉണ്ട്. അവരുടെ ഉറപ്പുകൾ പറയുന്നത് എന്തായാലും രാത്രിയായാലും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ ഈ ശക്തമായ മഴയിൽ എങ്ങനെ ഈ പ്രദേശത്ത് നിന്നും മണ്ണ് മാറ്റാൻ കഴിയുമെന്നത് സംശയമാണ്. എന്തായാലും സൈനികർ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഏക പ്രതീക്ഷയായി കുടുംബം ഉറ്റുനോക്കുന്നത്. വലിയ 40 അംഗ സംഘമാണ് ബെൽഗാമിൽ നിന്നും ഈ ദൗത്യത്തിനായി ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. സൈനികനായ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സംഘമാണ് ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും അവരും ഈ തിരച്ചിലിന്റെ ഭാഗമാകും. അല്പസമയത്തിനകം നിലവിൽ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ അവർ സംസാരിക്കുകയാണ്. സിദ്ധരാമയ്യ അല്പസമയം മുമ്പായിരുന്നു ഈ പ്രദേശത്ത് എത്തിയത്. പക്ഷേ ഈ മഴ എന്തായാലും ഓരോ നിമിഷവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാറ്റും വളരെ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമീപത്ത് ഗംഗാവാലിയിലും മറ്റൊരു സംഘം മുങ്ങൽ വിദഗ്ധർ നാവികർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുകയാണ്. കാരണം ഈ അർജുനോടൊപ്പം തന്നെ 2 പേരെയും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഈ മണ്ണ് പകുതിയോളം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 70% മണ്ണ് മാറ്റാൻ നിലവിൽ കഴിഞ്ഞിട്ടുള്ളതായാണ് നിലവിൽ ദൗത്യസംഘം പറയുന്നത്. ഇനി അല്പം മണ്ണ് മാത്രം മാറ്റിയാൽ ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ലോറി ഉള്ളതായി കരുതുന്ന ആ മേഖലയിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അത്തരത്തിൽ ആ ലോറിക്ക് സമീപം എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു മഴ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറിയാം, ഈ കുന്ന് മേഖലയാണ്. കുന്നുകൾ നിറഞ്ഞ ഈ മേഖലയിൽ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും മുൻപ് തന്നെ ഇത്തരത്തിൽ ദൗത്യസംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ പലരെയും ഈ മേഖലയിലേക്ക് ആദ്യം തുടക്കത്തിൽ കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. കാരണം മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. മഴ ലഭിക്കുമ്പോഴും അദ്ദേഹം തിരികെ മടങ്ങാതെ ഈ പ്രദേശത്തുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നുള്ള MP രാഘവനും നിലവിൽ ഈ പ്രദേശത്തുണ്ട്. ശ്രീജിത്ത്, ഈ റഡാറിൽ ലോകഭാഗം കണ്ടെടുത്താണോ ഇപ്പോൾ മണ്ണുമാറ്റി പരിശോധന നടത്തുന്നത്? തീർച്ചയായും അത് ഇന്നലെയോടെയായിരുന്നു അത്തരത്തിൽ റഡാറിൽ ഈ ലോഹം കണ്ടെത്തിയ 4 പ്രദേശമാണ് അത്തരത്തിൽ മാർക്ക് ചെയ്തത്. ആ മാർക്ക് ചെയ്ത സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് രാവിലെ മുതൽ പരിശോധന നടന്നത്. ആ പരിശോധനയാണ് നിലവിൽ തുടരുന്നത്. പക്ഷേ ഈ 5 ദിവസത്തിൽ ഏറ്റവും അധികം ഈ മണ്ണ് മാറ്റാൻ കഴിഞ്ഞ ദിവസം ഇന്നാണ്. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കും ഈ ദൗത്യസംഘത്തിന്റെ കൂടുതൽ പ്രവർത്തനം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇന്ന് രാവിലെ തന്നെ ഈ കർണാടകയിൽ നിന്നുള്ള ദൗത്യസംഘം ഇത്തരത്തിൽ ഈ ദൗത്യ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും മുമ്പ് തന്നെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇവിടെ എത്തി ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ആ സമയത്തും വളരെ വലിയ രീതിയിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് നിലവിൽ വലിയ രീതിയിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ദൗത്യസംഘം പറയുന്നത് എന്തായാലും ഈ ലോറിയോട് തൊട്ടടുത്ത പ്രദേശത്ത് നിലവിൽ എത്തിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് അവർ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും
റോഡിന് സമീപത്തെ മണ്ണ് പൂർണ്ണമായുള്ള മേഖലയിലെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇതിന് വേഗം കൂടാൻ സാധ്യതയുണ്ട്, കാരണം സൈനികർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഓരോ നിമിഷവും ഇവിടെ മഴ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം 3 ദിവസമായി ഞാൻ ഇവിടെയുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ ഇല്ലാത്തൊരു വലിയ മഴയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. വലിയ വെള്ളക്കെട്ടുകൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തായാലും ഈ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരും മനുഷ്യരാണ്. അത്തരത്തിൽ ഇനി എന്തെങ്കിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ നനവുള്ള മണ്ണാണ്. അതിനാൽ തന്നെയാണ് ഈ നനവുള്ള മണ്ണിൽ ഇത്തരത്തിൽ നിരന്തരം വെള്ളവും ഒഴുകി താഴെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ സമീപത്ത് ഗംഗാവാലി നദിയുണ്ട്. ആ നദിയും നിലവിൽ വളരെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുങ്ങൽ വിദഗ്ധർ നിലവിൽ ഈ രക്ഷാ പ്രവർത്തനം നിർത്തിവെച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. ശ്രീജിത്ത്, അതായത് ഇന്ന് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണോ നൽകുന്നത്? തീർച്ചയായും ആ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ ഒരു പകുതിയിൽ കൂടുതൽ സ്ഥലത്തെ മണ്ണ് നിലവിൽ ഇന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ പെയ്യുന്ന മഴയാണ്, ശക്തമായ മഴ നിലവിൽ കുറയാതെ ഈ എന്ത് ചെയ്യുമെന്നാണ് നിലവിലും ദൗത്യ സംഘം ഉൾപ്പെടെ ഇപ്പോൾ തന്നെ ചെറിയ മന്ദഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഈ ശക്തമായ മഴയിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ സാധ്യത അവർ കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിലവിൽ ഈ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ടുണ്ട്. പല JCBകളും ഈ സമീപത്ത് മാത്രം മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നു. ഇതിനു മുമ്പ് വരെ ഒരു 10-15 മിനിറ്റ് മുൻപ് വരെ ആ പ്രദേശത്തിന് മുകളിൽ കുന്നിന് സമീപത്തെത്തിയാണ് മണ്ണ് മാറ്റിയതെങ്കിൽ നിലവിൽ അത് ആ സ്ഥലത്തേക്ക് അവിടെ നിന്ന് താഴേക്കെത്തി മന്ദഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരത്തോളം വലിയ മഴയാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത്. അതോടൊപ്പം കാറ്റും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ സൂചിപ്പിച്ചൊരു മറ്റൊരു കാര്യമുണ്ട്. ഈ അർജുന്റെ ബന്ധുക്കളും ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തുണ്ട്. അവർ ഇന്ന് വലിയ വിമർശനം ഉന്നയിച്ചത് ഈ മന്ത്രിസംഘവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ എല്ലാം സന്ദർശനം അവർക്ക് ദൗത്യസംഘത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തായാലും ഈ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചു മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കാറിന് സമീപം എത്തുകയാണ്. അദ്ദേഹം ഈ സൈനികരും അതോടൊപ്പം തന്നെ അവിടുത്തെ ദൗത്യസംഘവുമായും ബന്ധുക്കളുമായെല്ലാം സംസാരിച്ച ശേഷം നിലവിൽ കാറിന് സമീപത്താണ് അദ്ദേഹം. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും അല്പസമയത്തിനകം ഉണ്ടാകും. എന്താണ് ഈ കർണാടകയുടെ ഭാഗത്തു നിന്നും ഇനിയുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസിന്റെ MLA ആയ ഈ മണ്ഡലത്തിലെ MLA ആയ സതീഷ് ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച ഉണ്ടായതായും പറഞ്ഞിരുന്നു. അത്തരത്തിൽ വീഴ്ചയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിൽ വലിയ പരാതികളെല്ലാം ഉയർന്നിരുന്നു. അതിനെക്കുറിച്ചെല്ലാം എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാം. നിലവിലെ സന്ദർശനം പൂർത്തിയാക്കി നിലവിൽ ദുരന്ത സ്ഥലത്ത് നിന്നും മാറി അദ്ദേഹത്തിന്റെ കാറിന് സമീപം സിദ്ധരാമയ്യ എത്തിയിട്ടുണ്ട്. അല്പം മാറിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം. അത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ എന്താണ് കർണാടക സർക്കാരിന്റെ മുൻപോട്ടുള്ള നടപടി, ഇത്രയും നാളുണ്ടായ വീഴ്ചകൾ, അതിന്റെ കാരണങ്ങൾ അദ്ദേഹം എന്തായാലും രേഖപ്പെടുത്തിയാലേ പറ്റൂ. കാരണം അർജുനും അതോടൊപ്പം തന്നെ രണ്ടുപേരും നിലവിൽ 6ാമത്തെ ദിവസമാണ്. 100-ലധികം മണിക്കൂറുകളായി ഈ മണ്ണിനടിയിൽ കിടന്നിട്ടും എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന ചോദ്യം പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ ഈ MLA ഉൾപ്പെടെയുള്ളവർ വീഴ്ച പറയുന്നുണ്ട്. MLA പറയുന്നത് കളക്ടർ പുതിയ ആളാണ്, അതിനാൽ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണക്കുറവുണ്ട്. അതിനാലാണ് ഇത്തരത്തിൽ ഏകോപനം ഉണ്ടാകുന്നതിൽ വീഴ്ച ഉണ്ടായതെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഈ പ്രദേശത്ത് നിന്ന് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഈ പ്രദേശത്ത് വലിയ മഴയും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു മടങ്ങുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരും ഈ പ്രദേശത്തെ MLA മാരുമെല്ലാം ഈ പ്രദേശത്ത് ഉണ്ട്. അവരും ഈ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഈ മഴയ്ക്ക് ഒരു ശമനമില്ലെന്നാണ് ഈ ദൗത്യ സംഘത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ കുടുംബം ആരംഭിച്ചിരുന്നു ഇത്തരത്തിലുള്ള വലിയ സേനാംഗങ്ങളും ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയത് ഈ പ്രവർത്തനത്തെ ബാധിച്ചതായി അവർ പറഞ്ഞിരുന്നു. എന്തായാലും അത്തരത്തിലൊരു കാഴ്ച നിലവിലുമുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടെ ഇത്തരത്തിൽ വലിയ സേനാംഗങ്ങൾ വരികയും
അത്തരത്തിലൊരു ബുദ്ധിമുട്ട് എന്തായാലും ഈ ലോറികളും നിരന്തരം ഓടിക്കൊണ്ടിരുന്ന ലോറികളായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. സൈന്യവും മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ചർച്ച നടന്നിട്ടുണ്ട്. ആദ്യം എത്തിയത് സൈനികരായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രി ഈ സ്ഥലത്തെത്തിയത്. അവർ രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈന്യവും ഈ ദൗത്യസേനയും തമ്മിലുള്ള, കാരണം മുൻപ് അവിടെ ദൗത്യം നടത്തിയ പ്രവർത്തകരുമായുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചർച്ച കഴിഞ്ഞ് നിലവിൽ മുഖ്യമന്ത്രി മടങ്ങുകയാണ്. എന്തായാലും ശക്തമായ മഴയാണ് നിലവിൽ ഈ പ്രദേശത്തുണ്ടാകുന്നത്. എന്തായാലും മുകളിലെ ഭാഗത്ത് നിന്നും വലിയ വെള്ളക്കെട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിരന്തരം വെള്ളം താഴേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ദൃശ്യ